ചേർന്ന് ചെയ്യുന്നതാണ് പരിപാടികൾ നടത്തുന്നുണ്ട്. 4 മാസം വിളക്ക് കത്തിക്കുന്നത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുതുവത്സര ആഘോഷത്തിന് സന്ദേശം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അബ്ലാസ് സാർ, വേദിയിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള VRC അംഗങ്ങളെ, എനിക്ക് നിറഞ്ഞ ഓഡിറ്റോറിയം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇതുപോലെ ഒരു പരിപാടി ഇതിനു മുമ്പ് ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പുതുവത്സരാഘോഷം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്, കമ്മിറ്റി അംഗങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ VRCയെ സ്ഥാപിതമായിട്ട് വളരെ നല്ല വളർച്ച കൈവരിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമായിട്ട് കമ്മിറ്റി കരുതുകയാണ്. നമ്മുടെ VRC കുടുംബങ്ങൾ മൊത്തത്തിൽ 322 322 അംഗങ്ങളുള്ള ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനും വാഴപ്പള്ളിയിലോ ചങ്ങനാശ്ശേരിയിലോ ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വളരെ വിശാലമായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. നമ്മുടെ അസോസിയേഷനെ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായ, വളരെ സാമ്പത്തികം ഉള്ളവരും എന്നാൽ തീരെ സാമ്പത്തികം ഇല്ലാത്തവരും ആയ ഒരു ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിസംഖ്യയും മറ്റ് സംഭാവനകളൊക്കെ പിരിക്കുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. നമ്മൾ ഇവിടെ സാമ്പത്തികമുള്ളവർ സഹായിക്കുന്നുണ്ട്, അല്ലാത്തവരെ നമ്മൾ ഇത്രയും ആളുകളെ ഇവിടെ എത്തിച്ചേർന്നതെന്നും ഞങ്ങൾ കരുതുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇടയിലുള്ള നമ്മുടെ സമൂഹത്തിൽ വ്യാസയിലുള്ള എല്ലാ വീട്ടുകാരെയും തമ്മിൽ പരസ്പരം അറിയുക എന്നൊരു ലക്ഷ്യം ഈ അസോസിയേഷനുണ്ട്. ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്നേഹിച്ചിരുന്ന ഒരാൾ മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് ഇടപെടലിൽ പോയപ്പോഴുള്ള ഒരു വേദനയും അതിൻ്റെ മുഴുവൻ ഒക്കെയായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഷാജി എന്ന അശോക് ചന്ദ്രൻ. VRC പ്രസിഡന്റായിരിക്കെ എൻ്റെ മനസ്സിനെ നന്നായി മനസ്സിലാക്കി നല്ലൊരു സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു ഷാജി. എന്തെങ്കിലും മെഡിക്കൽ സംശയങ്ങളുണ്ടായാൽ പലപ്പോഴും ഷാജി എന്നെ ഫോണിൽ വിളിച്ച് സംശയം തീർക്കാറുണ്ടായി. അസോസിയേഷൻ്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു വീട് കണ്ടുപിടിക്കാനോ ഒരു മരണം നടന്ന വീട്ടിലെ കാര്യങ്ങൾ അറിയാനോ ഞാൻ ആശ്രയിച്ചിരുന്നു ഷാജിയായിരുന്നു. ഒരിക്കൽ ഒരു സ്കൂൾ ലൈബ്രറിയിലേക്ക് സമ്മാനിക്കേണ്ട പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ഉദ്യമങ്ങളായിരുന്നു ഞാൻ. ആവശ്യമില്ലാതെ വീട്ടിൽ
ഭാരതത്തിലെ റെസിഡൻഷ്യൽ ചാരിറ്റബിൾ അസോസിയേഷൻ്റെ ഈ വർഷത്തെ പുതുവത്സരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ദൗത്യം എന്നെ ഏൽപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വാഗതം ആശംസിച്ച രാജേഷിനെ അധ്യക്ഷനായിട്ടുള്ള ശ്രീചേട്ടൻ, നമ്മൾ ഉദ്ഘാടനം ചെയ്ത ജഗമാർ സാറ്, മല്ലാരിയേട്ടൻ, അതുപോലെ തന്നെ കൃഷ്ണദാസ്, വിഷ്ണു, പ്രവീണേട്ടൻ, ഇവിടെ വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. പുതുവത്സര സന്ദേശം പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. കേന്ദ്രത്തിലെ പ്രവീണേട്ടനും പ്രസാദേട്ടനൊക്കെ പറഞ്ഞത് നമുക്ക് നിലവിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ്. ഞാൻ 10 മിനിറ്റ് 5 മിനിറ്റ് അത് മാക്സിമം. ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ സൈബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. സൈബർ, അതായത് ഇപ്പം ഞാൻ ഈ രാമപുരത്ത് എൻ്റെ 14ാമത്തെ സ്റ്റേഷനാണ് രാമപുരം സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ പറഞ്ഞപ്പോഴല്ല ഈ സ്റ്റേഷനിൽ കണ്ട ഏറ്റവും വലിയ പ്രശ്നം സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ കുറ്റകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എല്ലാവരും, അതായത് നമ്മളെല്ലാവരും ഇപ്പം ഉപയോഗിക്കുന്നത് മാക്സിമം എല്ലാവരും ഗൂഗിൾ പേയും അല്ലെങ്കിൽ ഫോൺ പേയും പോലുള്ള ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളാരും തന്നെ പണം കൈമാറുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തുമാത്രം സുരക്ഷിതമാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരും തന്നെ ചിന്തിച്ചിട്ടില്ല. നമുക്കറിയാം, അതായത് നമ്മളെല്ലാം ഇപ്പോഴും ടി വിക്കകത്ത് കാണുന്നുണ്ട്, ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 10 ലക്ഷം പോയി, 15 ലക്ഷം പോയി, 20 കോടി പോയി, 10 കോടി പോയി. എങ്ങനെ പോയി എന്നുള്ളതാണ് ഞാനൊന്ന് വ്യക്തമാക്കുന്നത്. ഈ നമുക്കറിയാം, അതായത് കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും തന്നെ കൂടുതലും ഈ പറഞ്ഞ മൊബൈലും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം കുട്ടികളുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി. നേരത്തെ മൊബൈൽ കൊടുത്തിരുന്നില്ല, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും മൊബൈൽ കൊടുക്കും. കാര്യം അവർക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയാണ് മൊബൈൽ കൊടുക്കുന്നത്. നമ്മളീ കൊടുക്കുന്ന മൊബൈലിനകത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈ കുട്ടികളും സ്ത്രീകളുമാണ്. പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പല ഫേസ്ബുക്ക് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഫേസ്ബുക്ക് റിക്വസ്റ്റ് മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന ഫേസ്ബുക്ക് റിക്വസ്റ്റിനകത്തുള്ള ആളുകളുടെ പടമായിരിക്കും, പക്ഷേ ഈ ആളുകളായിരിക്കില്ല. പ്രത്യേകിച്ചും കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫേസ്ബുക്ക് റിക്വസ്റ്റുകൾ പ്രത്യേകം മാതാപിതാക്കൾ നോക്കണം. കാര്യം ആ വരുന്ന ചിത്രം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പ്രായമുള്ള ആളുടെ ആയിരിക്കും. ഈ കുട്ടിയായിട്ട് അവർ സംസാരിക്കുന്നത് അവരുടെ അതേ പ്രായത്തിലായിരിക്കും, അവരുടെ അതേ കാര്യങ്ങളായിരിക്കും, അതെല്ലാം സംസാരിക്കും. ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കോൺടാക്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ കുട്ടികളുടെ വിവരവും അവരുടെ മാതാപിതാക്കളുടെ വിവരവും അവരുടെ ഫിനാൻസ്, അതായത് അവരുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടി മുഖാന്തരം ഈ പറഞ്ഞ ആളിലെത്തിയിരിക്കും. സുന്ദരമായ ഒരു സായാഹ്നം ERCA-യുടെ ഈ ഒരു കുടുംബ സംഗമത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചതിൻ്റെ അനന്തമായ ആഹ്ലാദം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവസരമായി കാണുന്നത്. അതുപോലെ ഈ 14 വർഷം നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ അസോസിയേഷൻ നിരവധി 12 തവണ മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ അനുമോദനങ്ങൾ, ചികിത്സാ സഹായം, എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റി 8ാം വർഷം സമാപിക്കുക A+,
ചങ്ങനാശ്ശേരി ജില്ലാ സ്കൂൾ സർവീസും കഥാപ്രസംഗം ചിത്രരചന ഫസ്റ്റ് AKSM ചെയ്യുന്നു. അനുമോദനത്തിനായി ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഭാഗ്യവാന്മാരായ നമുക്കറിയാൻ സാധിക്കും. 10 പേർക്ക് PRC നൽകുന്ന ഒരു ഉപഹാരം. നമ്മുടെ ആ പിരിവ് തന്ന രസീത് പ്രകാരം ഒരു ചെറിയ നറുക്കെടുപ്പ് നടത്തുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന നൽകിയ രസീത് നമ്പറുകളാണ്. ആ രസീത് നമ്പറുകളാണ് ഇവിടെ ഈ പട്ടികത്ത് ഇട്ടിരിക്കുന്നത്. അത് കുട്ടികൾ ഓരോരുത്തർ ഓരോന്നെടുത്ത് ഞങ്ങളെ കാണിക്കുക. അതിൻ്റെ സമ്മാനങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് നോക്കി പേര് പറയും. അതനുസരിച്ച് നിങ്ങൾ വന്ന് സമ്മാനം വാങ്ങാവുന്നതാണ്. ആദ്യമായി ഇന്ന് ഇവിടെ പുരസ്കാരങ്ങളിലേക്ക് വാങ്ങിയ നമ്മുടെ PRCയുടെ അംഗങ്ങൾക്കും ആദരവേറ്റ് വാങ്ങിയവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.